ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യത്തിന്റെ നന്മയുണ്ടല്ലോ, അത് ഇസ്ലാമിക്കാണ് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇസ്ലാമിക് എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന സംഗതികളാണ് ഉണ്ടാവുക. കോപ്പൻഹേഗനിൽ ചേർന്ന സമ്മേളനത്തിന് ശേഷം ഒരുപക്ഷെ ലോകത്ത് ചേരുന്ന വലിയ സമ്മേളനം അതായിരിക്കും. 2 ആഴ്ച മുമ്പ് ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ ലോക പരിസ്ഥിതി സമ്മേളനം, ഭൗമ സമ്മേളനം ഒക്കെ ചേർന്നു. 15,000 പ്രതിനിധികൾ, പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ലോക നേതാക്കന്മാർ 192 രാജ്യങ്ങളിൽ നിന്ന് വന്നെത്തി. 110 രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും വന്നു. എന്താ വിഷയമിതാ, ഈ ലോകം ഇങ്ങനെ നിലനിൽക്കണമോ വേണ്ടയോ? ഇങ്ങനെ നമ്മൾ പോയാൽ ലോകം തകരും. വെള്ളപ്പൊക്കമുണ്ടാകും, ഭൂമി കുലുക്കമുണ്ടാകും, സുനാമി ഉണ്ടാകും. നാം കത്തിക്കുന്ന വിഷങ്ങൾ, വാതകങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, നാം ഇടച്ചു നിരത്തുന്ന മലകൾ, പർവ്വതങ്ങൾ, നാം കുഴിച്ചുണ്ടാക്കുന്ന കുഴികൾ, ഇതൊക്കെ തന്നെ പ്രശ്നമാണ്. ഹരിതഗ്രഹ വാതകത്തിന്റെ ബഹിർഗമനം നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ പോലും, ആലപ്പുഴയിലും കൊച്ചിയിലും അതുപോലെ തീരപ്രദേശങ്ങളിലുള്ള പട്ടണങ്ങൾ 2020 ശേഷം ഭൂപടത്തിലുണ്ടാവില്ല എന്ന് വരെ പഠനങ്ങൾ വന്നു. കൽക്കത്തയും മാലിദ്വീപും ഒക്കെ അതിൽപ്പെടും. നേപ്പാൾ ഉരുകിത്തീർന്നു പോകുമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ പറ്റും? എന്ത് ചെയ്യും? അത് ചെയ്യാനുള്ളത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കടലിലും കരയിലും നാശമുണ്ടായിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ മനുഷ്യന്റെ കരങ്ങൾക്ക് പിടിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം. അങ്ങനെ വിഷവാതകം പുറത്തേക്ക് വിടരുത്, അങ്ങനെ നീർത്തടങ്ങൾ നശിപ്പിക്കരുത്, ഇങ്ങനെ മലകൾ ഇടിച്ച് നിരത്തരുത്, ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കരുത്. പടച്ചവൻ തന്നത് ശുദ്ധവെള്ളമാണ്, ശുദ്ധ പ്രകൃതിയാണ്, ശുദ്ധവായുവാണ്. ഇവിടെയുള്ള എല്ലാം പടച്ചവന്റേത് നല്ലതാണ്. അത് നശിപ്പിച്ചത്, വെള്ളത്തിൽ വിഷം കലക്കിയത്, വായുവിൽ വിഷം കലക്കിയത്, മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചത് മനുഷ്യനാണ്, മനുഷ്യന്റെ കരങ്ങളാണ്. ആ കരങ്ങൾ പിടിക്കുവാൻ, ആ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ മനുഷ്യർക്ക് ഭൗതികമായ നിയമങ്ങൾ മാത്രം നൽകിയത് കൊണ്ടായില്ല. കാരണം സ്വകാര്യമായി ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ മനുഷ്യർക്ക് സ്വകാര്യ ജീവിതത്തിൽ നന്മയുടെ കൂടെ നിൽക്കുവാനുള്ള അന്തർപ്രചോദനം ലഭിക്കുക എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. വ്യാജസിദ്ധന്മാരും വ്യാജസ്വാമിമാരും വ്യാജ ത്വരീഖത്തുകാരും ആത്മീയ നേതാക്കൾ എന്നറിയപ്പെടുന്നവരും അങ്ങനെ പുരോഹിതന്മാരും ഒക്കെ ഈ സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. എല്ലാ വിഭാഗത്തിലുമുണ്ട്. മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരുണ്ട്. പുരോഹിതൻ എന്ന മലയാള പദത്തിന്റെ അർത്ഥം നേരെ അറബി പറഞ്ഞ ഇമാം എന്നാണ്. മുന്നിൽ നിൽക്കാൻ ഹിതപ്പെട്ടവൻ, അവനാ പുരോഹിതൻ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പല പുരോഹിതന്മാരും അധോഹിതന്മാരാവാൻ പോലും യോഗ്യതയില്ലാത്തവരാണ്. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഭക്തി, ദൈവവിശ്വാസം, എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹം, ഈർഷ്യയില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത ഒരു സമീപനം, ഇതൊക്കെ വേണ്ടേ ഒരു മുന്നിൽ നിൽക്കുന്നവന്? പക്ഷെ അതൊന്നും അറിയാതെ നമ്മൾ സിദ്ധന്മാരെയും ദിവ്യന്മാരെയും ആൾ ദൈവങ്ങളെയും തരീഖത്തിന്റെ ശൈഖന്മാരെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ സകല പ്രാർത്ഥനകളും അവരോടോ അവരിലൂടെയോ ആയി. മനുഷ്യർ രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് നേർക്കുനേരെ ദൈവത്തെ വിളിക്കാമെന്ന ബുദ്ധിപരമായ മതപരമായ ന്യായം അംഗീകരിച്ചേ മതിയാവൂ. അതിനാ നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. ചിലർ പെട്ടെന്ന് പറയും, മന്ത്രിയെ കാണണമെങ്കിൽ നമ്മൾ MLA കാണണ്ടേ? കാരണം MLA പരിചയമില്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ അല്ല ആ പാർട്ടിയുടെ സെക്രട്ടറി ഒന്ന് വിളിച്ചു പറയണ്ടേ? ആ സെക്രട്ടറിയെ പരിചയമില്ലെങ്കിൽ നാട്ടിലുള്ള അതിന്റെ ഒരാളുമായി ബന്ധപ്പെടണ്ടേ? അങ്ങനെ കാര്യം സാധിക്കുന്നത്. അപ്പൊ പടച്ചോന്റെ അടുത്തേക്ക് ഇടയാളന്മാർ വേണ്ടിവരും. ശുദ്ധഭോഷ്കാണ്. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാര്യം നടക്കുന്നത്. ആ ഭാഗം നമ്മൾ സമ്മതിച്ചു അല്ലേ? ഒരു അഡ്മിഷൻ കിട്ടാൻ, ഒരു ട്രാൻസ്ഫറിന് വേണ്ടി, ഒരു പ്രൊമോഷന് വേണ്ടി ഒരു കടലാസ് നീങ്ങി കിട്ടാൻ നമ്മൾ ഈ ശുപാർശയും അതിന്റെ പുറമെ പൈസയും ഒക്കെ കൊടുത്തിട്ടാണ് നടക്കുന്നത്. ഇനി പടച്ചോനും ഇങ്ങനെയാണെന്നാ പറയുന്നത്. നമ്മൾ ആലോചിക്കണ്ടേ ആരെക്കുറിച്ചാ പറയുന്നത്, എന്ത് ഉദാഹരണ പറയുന്നത്? മണ്ടത്തരമല്ലേ? കാരണം പടച്ചവൻ പറയാൻ ആളില്ലാത്തവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോഴേ പടച്ചവന്റെ ക്വാളിറ്റി ഉയരുള്ളൂ. പറയാൻ ആളുള്ളവർക്ക് ഇവിടെ പറയാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് കാര്യം സാധിക്കുന്നുണ്ട്. പറയാൻ ആളില്ലാത്തവനൊന്നും കിട്ടുന്നില്ല. ആ ആളുകൾ പടച്ചവനെ എന്ന്
അവന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ഇടയാളനുമില്ലാതെ, ഒരു ദിവ്യനും സിദ്ധനും പുരോഹിതനും ഒരു ഷെയ്ഖും ഇടയിലില്ലാതെ, ഒരു മനുഷ്യനും ദ്രവ്യവും പൂജാവസ്തുക്കളും നേർച്ചപ്പണവും ഒന്നും നടക്കാതെ പടച്ചവനെ, ദൈവമേ, ഈശ്വര, അല്ലാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പടച്ചവൻ കേൾക്കും, അവൻ സഹായിക്കും. അതാണ് നേർക്ക് നേരെയുള്ള വിശ്വാസം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പ്രധാനവുമായ കാര്യം തൗഹീദാകുന്നു. അത് വിട്ടുകൊണ്ടുള്ള ഒരേർപ്പാടും നമുക്കില്ല എന്ന് നമ്മൾ പറയുന്നത്. കേരളത്തിൽ വ്യാജസിദ്ധന്മാർക്കും വ്യാജ തരീക്കത്തുകാർക്കും ആൾ ദൈവങ്ങൾക്കുമെതിരെ കഴിഞ്ഞ വർഷം വമ്പിച്ച ഒരു പ്രചരണമുണ്ടായി. ചാനലുകൾ, പത്രങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, യുവജന സംഘടനകളൊക്കെ ആ രംഗത്ത് സജീവമായി. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഒരു 100 വർഷമായി നമ്മൾ പറയുന്ന കാര്യമായിരുന്നു ഇത്. പക്ഷേ നമ്മൾക്ക് സമാധാനിക്കാൻ അധിക സമയമുണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ ശക്തിയായി വരിക. വീണ്ടും വന്നു ഈ സിദ്ധന്മാർ, ഈ ദിവ്യന്മാർ, ഈ പുരോഹിതന്മാർ, ഈ ശേഖന്മാർ. എന്താ സംഭവിച്ചതെന്നറിയോ? രാഷ്ട്രീയ നേതൃത്വം പേടിച്ചുപോയി. ഒരു വ്യാജസിദ്ധന്റെ അടുത്തേക്ക് ഒരു യുവജന പ്രസ്ഥാനം പ്രകടനം നടത്തുമ്പോൾ 1/2 കിലോമീറ്റർ ആകുമ്പോഴേക്കും പിരിച്ചുവിടേണ്ടി വരും. എന്താ കാരണം? മേലെന്ന് ഫോൺ വന്നിരിക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു, അങ്ങോട്ട് പോണ്ട, കഴിഞ്ഞ ഇലക്ഷനിൽ ഇദ്ദേഹം നമുക്ക് കാശ് തന്നിട്ടുണ്ട്. ശരി, എന്നാൽ നമ്മൾ ഈ സിദ്ധന്റെ അടുത്തേക്ക് പോവാന്ന് വെച്ചാലോ? അങ്ങോട്ട് പോയി നോക്കുമ്പോ വേറൊരു കൂട്ടരുടെ ഫോൺ വന്നിരിക്കുന്നു, കഴിഞ്ഞ ഇലക്ഷന് ഈ സിദ്ധനും നമുക്ക് പൈസ തന്നിട്ടുണ്ട്. ISMന്റെ പ്രവർത്തകർ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളിൽപ്പെട്ട വ്യാജനായ ഒരു സിദ്ധന്റെ അടുത്തേക്ക് പ്രകടനവും പ്രചരണവും നടത്തിയപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട വേറെ ചില ആളുകൾ ISMന്റെ ആളുകളോട് പറഞ്ഞു, അയാളടുത്തേക്ക് പോയി ഞങ്ങൾ കാണിച്ചു തരാം, പാടില്ല എന്ന് പറഞ്ഞു. എന്താ സംഗതി? അയാൾ അവരെ സഹായിക്കുന്നവരാകുന്നു. നമുക്ക് ഏത് സിദ്ധന്റെ അടുത്തേക്കും, ഏത് ദിവ്യന്റെ അടുത്തേക്കും, ഏത് ആൾ ദൈവങ്ങളുടെ അടുത്തേക്കും ധൈര്യമായി നമുക്ക് നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ ചൂഷകനാണ്, നിങ്ങൾ ആളുകളെ ഉപദ്രവിക്കുന്നവനാണ്, നിങ്ങൾ ദിവ്യനല്ല, സിദ്ധനല്ല എന്ന് പറയാൻ കഴിയും. കാരണം നമുക്ക് ഇവരുടെ പണം ആവശ്യമില്ല, ഇവരുടെ ഏർപ്പാടിലൂടെ കിട്ടുന്ന വോട്ടും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അഭൗതികമായി ഇവരെ പേടിക്കുന്നുമില്ല. കുറച്ചാളുകൾ ഈയിടെ ജിന്ന് ശൈത്താൻ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും നമ്മളാരും ഈ സിദ്ധനെയും ഈ ദിവ്യനെയും ഈ ആൾ ദൈവത്തെയും ഇത്തരത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നവരെയും പേടിച്ചല്ല ജീവിക്കുന്നത്. അവർ ജനിച്ചവരാണ്, ഭക്ഷണം കഴിക്കുന്നവരാണ്, രോഗമുള്ളവരാണ്, മരിച്ചു പോകുന്നവരാണ് എന്നറിയാം. ദിവ്യ ജോഷി ആത്മഹത്യ ചെയ്തത് ഈ ജില്ലയിലല്ലേ? ദിവ്യ ജോഷി ആത്മഹത്യ ചെയ്തു, അമ്മയും. ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ ആളുണ്ടായില്ലല്ലോ. എന്തായിരുന്നു സംഭവം? 500 കോടി രൂപയുടെ നിധിയുണ്ട് പുരയിടത്തിൽ എന്നൊരാളോട് പറഞ്ഞു. അത് എടുത്തു തരാൻ 90 ലക്ഷം രൂപ തരണം, എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഏറെക്കുറെ ഈ പണം കൊടുത്തു തീർന്നിട്ടും നിധി കിട്ടാതിരുന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ട സന്ദർഭത്തിലാണ് ഇനി പിടിക്കപ്പെടും എന്ന് വിചാരിച്ച് ദിവ്യ ജോഷിയും അമ്മയും ആത്മഹത്യ ചെയ്തത്. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല. ഇത് യോഹന്നാൻ വന്നിട്ടുണ്ടായിരുന്നത് യേശുവിന്റെ ഉപദേശം പറഞ്ഞിട്ടാണ്, ഇല്ലേ? യൂസുഫ് സുൽത്താൻ വന്നത് തരീഖത്തിന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടാണ്. സന്തോഷ് മാധവൻ വന്നിട്ടുള്ളത് ആശ്രമങ്ങളും അതുപോലെ മതത്തിന്റെ ഒക്കെ രൂപത്തിലാണ്. നമുക്ക് ധൈര്യപൂർവ്വം പറയാം, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ സിദ്ധന്മാരും ദിവ്യന്മാരും ഒന്നുമില്ല. ഇവരൊക്കെ തന്നെ ചൂഷകന്മാരാണ്. ഏത് മനുഷ്യനും നേർക്കുനേരെ ദൈവത്തെ സമീപിക്കാൻ, പ്രാർത്ഥിക്കാൻ ഇടയിൽ ഒരാൾക്കും 10 പൈസയും അതിനു വേണ്ടിയിട്ട് ദ്രവ്യമായി, നേർച്ചയായി, കാണിക്കയായി നൽകേണ്ടതില്ലാത്ത ക്ലിയറായ നേർക്കുനേരെയുള്ള ഒരു ആരാധനാ രീതി. അത് ഹിന്ദുമതം അംഗീകരിക്കുന്നതാണ് അടിസ്ഥാനപരമായി, അത് ക്രിസ്തുമതം അംഗീകരിക്കുന്നതാണ് അടിസ്ഥാനപരമായി, ഇസ്ലാം മതവും അംഗീകരിക്കുന്നതാണ് അടിസ്ഥാനപരമായി. പക്ഷേ ഇസ്ലാമിലും ഹിന്ദുമതത്തിലും ക്രിസ്തുമതത്തിലും ഒക്കെയുള്ള പുരോഹിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പഠനശാലകളും സത്രങ്ങളും അതുപോലെ സിദ്ധന്മാരുടെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിപ്പോയതാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുക. ഈ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥത വളരെ വലുതാണ്. നമ്മുടെ കൂട്ടത്തിൽ പ്രസ്ഥാനം കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല. എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ്. ഈ സമ്മേളനം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും 2 ദിവസത്തെ വേതനവും വരുമാനവും കൊടുത്ത് നടത്തുന്നതാണ്. ഇതിനാകെ നമുക്ക് ആരെത്ര പ്രതിഫലം തന്നാലും നമുക്ക് അത് പ്രതിഫലമാവില്ല. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുകയല്ലാതെ ഇതിന് പ്രതിഫലമാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഈ വിധത്തിൽ ജീവിച്ചു പോകും. ഒന്നാമത്തേത് ദഅവത്ത് ജീവിതമാണ്. ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ ദഅവത്തില്ല. പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാനും എഴുതാനും എളുപ്പമാണ്. വ്യക്തി ജീവിതത്തിൽ എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ജീവിക്കുകയും നല്ല വാക്ക് പറയുകയും
നല്ലത് വിചാരിക്കുകയും നന്മയ്ക്ക് വേണ്ടി എല്ലാവരോടും ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാവരോടും സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിലേക്കുള്ള ഒരു ഉത്തേജനം, ഒരാവേശം, ഒരു പ്രചോദനം ഈ സമ്മേളനങ്ങൾ കൊണ്ട് കിട്ടണം. നോക്കൂ,